+1 ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ ടോപ്പിക്കാണ് ഡൈവേഴ്സിറ്റി ഇൻ ദി ലിവിങ് വേൾഡ്. അപ്പോൾ അതിൽ ബയോഡൈവേഴ്സിറ്റി, അതായത് എന്താണ്, ജൈവ വൈവിധ്യം. അപ്പോൾ ഈ ലോകത്ത് എത്രയധികം സ്പീഷീസ് അനിമൽസും പ്ലാന്റ്സും ഉണ്ട്, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള അനിമൽ സ്പീഷീസും പ്ലാന്റ് സ്പീഷീസും ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ടൈപ്പ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ പർട്ടിക്കുലർ സ്പീഷീസ് അല്ലേ. അതെന്താണ് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ പഠിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ബേർഡ്സിനെ മാത്രം ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം തരം ബേർഡ്സ് ആണുള്ളത് ഇല്ലേ. വുഡ് പെക്കർ ഉണ്ട്, മരംകൊത്തി, കിങ് ഫിഷർ, പാരറ്റ്, അതുപോലെ തന്നെ വൈറ്റ് ചീക്ഡ് ബാർബറ്റ് അല്ലേ, നമ്മൾ ചിന്നക്കുട്ടുവൻ എന്ന് പറയുന്ന പക്ഷി. അത്തരത്തിൽ ഒരുപാട് തരം പക്ഷികൾ മാത്രം എത്ര തരം സ്പീഷീസാണ്. അങ്ങനെയാണെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് മുതൽ ഹയർ ഓർഗാനിസം വരെ എത്രയധികം സ്പീഷീസ് ഈ ഭൂമുഖത്ത് ഉണ്ടാവും എന്ന് ചിന്തിച്ചു നോക്കൂ. അതുപോലെ തന്നെ ഉറുമ്പുകളെ തന്നെ കണ്ടിട്ടില്ലേ, പലതരം ഉറുമ്പുകൾ അല്ലേ. ഇതെല്ലാം ഓരോ തരം സ്പീഷീസ് ഓർഗാനിസംസ് ആണ്. ഇതിൽ നമ്മൾക്ക് അറിയാവുന്ന സ്പീഷീസ്, നമ്മൾക്ക് അറിയാവുന്നതും അതിനെ ഐഡന്റിഫൈ ചെയ്തതും റെക്കഗ്നൈസ് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് 1.7 to 1 മില്യൺ ആണ്. അപ്പോൾ ഒരു 7 to 8 മില്യൺ ഒക്കെ സ്പീഷീസ് ഈ ഭൂലോകത്ത് ആകെ ഉണ്ട്. അതിൽ പലതും നമുക്ക് അറിയുകതന്നെ ഇല്ല എന്നാണ് അർത്ഥം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതിൽ ദ നോൺ സ്പീഷീസ് വേർ 1.7 to 1.8 million that were known and identified species, and this number and types of organism present on earth is defined as biodiversity. ക്ലിയർ ആയോ? അങ്ങനെ എത്ര തരം എണ്ണമുണ്ട്, എത്ര ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ട് എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുന്ന പദമാണ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയട്ടെ. ബയോഡൈവേഴ്സിറ്റി കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഉണ്ട് നമ്മുടെ സ്റ്റേറ്റിൽ. ഞാൻ 4 വർഷമായിട്ട് സ്കൂളിൽ നിന്ന് കുട്ടികളെ ബയോഡൈവേഴ്സിറ്റി കോൺഗ്രസ്, ചിൽഡ്രൻസ് ബയോഡൈവേഴ്സിറ്റി കോൺഗ്രസ്സിൽ ഞങ്ങളുടെ കുട്ടികളെ പ്രൊജക്റ്റൊക്കെ അവതരിപ്പിച്ച് വിജയം നേടിയവരുമാണ്. അതൊരു സന്തോഷം പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ഇനി നോക്കൂ, ഈ ഓർഗാനിസത്തിനെല്ലാം പേര് നമ്മൾ ഓരോ ലോക്കൽ നെയിംസ് കൊടുക്കാറുണ്ട് ഇല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മൾ മലയാളത്തിൽ പൂച്ച എന്ന് പറയും അല്ലേ. അതേസമയം തമിഴ്നാട്ടിൽ ഈ പൂച്ചയ്ക്ക് നമ്മൾ എന്താ പറയുക, പൂന അല്ലേ. ഇനി നോർത്തിലൊക്കെ പോയാൽ ഹിന്ദിക്കാരെന്താ പറയുക, ബില്ലി എന്ന് പറയും. ഇംഗ്ലീഷിൽ നമ്മൾ കാറ്റ് എന്ന് പറയും. ഇതൊക്കെ കോമൺ നെയിമും ലോക്കൽ നെയിമുമാണ്. അതേസമയം ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലായാലും അതുപോലെ ഇപ്പോൾ അമേരിക്കയിലായാലും ഉഗാണ്ടയിലായാലും എല്ലാ അനിമൽസിനും എന്ത് വേണം, ഒരു കോമൺ ആയിട്ടുള്ള നെയിം വേണം അല്ലേ. അതിനാണ് നമ്മൾ സുവോളജിയിൽ പറയുന്ന പേരാണ് നോമൻക്ലേച്ചർ. ഗിവിംഗ് നെയിംസ് to biological names are given to those organisms. All these organisms are known by its biological name. Clear ആയോ? അപ്പോൾ നിങ്ങൾക്കറിയാം അതിന് സയൻറ്റിഫിക് നെയിം എന്ന് നമ്മൾ പറയും അല്ലേ. ഹ്യൂമൻ്റെ സയൻറ്റിഫിക് നെയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹോമോ സാപ്പിയൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ ഇത്തരത്തിൽ നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സിംപ്ലി ഗിവിംഗ് നെയിം ടു each organism, the term is the biological zoological term ആണ് nomenclature, giving name to organisms. ഇനി നോക്കൂ, ഇങ്ങനെ നെയിം കൊടുക്കുന്നതിന് certain criteria ഉണ്ട്. Agreed principles and criteria are there for giving biological names to organisms. ക്ലിയർ ആയോ? ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ +1ലേക്ക് വരുമ്പോൾ 10th കഴിഞ്ഞ് +1ലേക്ക് വരാൻ ചില ക്രൈറ്റീരിയ ഉണ്ട്. എല്ലാ വിഷയത്തിനും പാസ്സാകണം, പിന്നെ അതിൻ്റെ മാർക്ക് അനുസരിച്ചിട്ടാണ് അഡ്മിഷൻ അല്ലേ എന്ന് പറഞ്ഞ മാതിരി എഗ്രീഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും ക്രൈറ്റീരിയ ഉണ്ട്. ദാറ്റ് വാസ് നോൺ ആസ് ഫോർ പ്ലാന്റ്സിനാണെങ്കിൽ അത് നമ്മുടെ ICBN എന്നാ പറയുക, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അവിടെ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ഫോർ പ്ലാന്റ്സ് അല്ലേ, ICBN. സിമിലർലി ICZN എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ ഫോർ അനിമൽസ്. ഓക്കെ, ഇവിടെ നിന്നും ഷുവറായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ഓരോ ബയോളജിക്കൽ നെയിമിനും 2 പാർട്ടാണുള്ളത്. ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിറ്ററ്റ് എന്നാണ് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ടേം. അതായത് ഒരു ജീനസും ഒരു സ്പീഷീസും എന്നർത്ഥം. ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ നോക്കൂ, നമ്മുടെ നാഷണൽ ബേർഡ് ആയിട്ടുള്ള
പീകോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ബേർഡ്സ് പറയുമ്പോൾ പീകോക്കിനെ പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര കളർഫുൾ ആണ് അല്ലേ? അപ്പോൾ ആ പീകോക്കിന്റെ സയന്റിഫിക് നെയിമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പാവോ ക്രിസ്റ്റാറ്റസ്. ഹ്യൂമന്റെ നിങ്ങൾക്കറിയാം, ഹോമോ സാപ്പിയൻസ്. അതുപോലെ മെഡിസിനൽ പ്ലാന്റ്സിന്റെ മദർ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് എന്നറിയപ്പെടുന്ന തുളസിയുടെ സയന്റിഫിക് നെയിമാണ് ഓസിമം സാങ്ക്ടം. കണ്ടോ, ഇതിൽ ഈ ഫസ്റ്റ് വേർഡ് എന്താണ്? ജനറിക് നെയിമാണ്. സെക്കൻഡ് വേർഡ് സ്പെസിഫിക് എപ്പിത്തറ്റ്, ജീനസും സ്പീഷീസും. പാവോ എന്നുള്ളത് ജീനസ്, ക്രിസ്റ്റാറ്റസ് എന്നുള്ളത് സ്പീഷീസ്. ക്ലിയർ ആയോ? ഹോമോ ജീനസ്, സാപ്പിയൻ സ്പീഷീസ്, ഓസിമം ജീനസ്, സാങ്ക്ടം സ്പീഷീസ്. ഇങ്ങനെ ഒരുപാട് ഒട്ടനവധി നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടാവും. നെല്ലിൻ്റെ ഒറൈസ സറ്റൈവ അല്ലേ? അതുപോലെ നമ്മുടെ ഹൗസ് ഫ്ലൈ, സാധാരണ കാണുന്ന ഈച്ചയ്ക്ക് നമ്മൾ എന്താ പറയുക? മസ്ക ഡൊമസ്റ്റിക്ക അല്ലേ? കാറ്റ് ആണെങ്കിലോ ഫെലിസ് ഡൊമസ്റ്റിക്. അതുപോലെ ഡോഗ് ആണെങ്കിലോ കാനിസ് ഫെമിലിയാരിസ്. ഇങ്ങനെ കുറച്ചെങ്കിലും സയൻറ്റിഫിക് നെയിംസ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ക്രമേണ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നോക്കൂ, ഇത്തരത്തിൽ 2 നെയിം ഉണ്ട്, ജീനസും സ്പീഷീസും അല്ലേ? അതുകൊണ്ട് നമ്മൾ അതിന് അത്തരത്തിലുള്ള ഗിവിംഗ് ദി ബയോളജിക്കൽ നെയിം കൺസിസ്റ്റിംഗ് ഓഫ് 2 components, 1 generic and 1 specific epithet എന്ന് പറഞ്ഞില്ലേ? അത്തരത്തിലുള്ള നോമൻക്ലേച്ചറിനെ നമ്മൾ പറയും ബൈനോമിയൽ നോമൻക്ലേച്ചർ. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? അപ്പോൾ ഇത്തരത്തിലൊരു ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നിട്ട് ഇത്തരത്തിൽ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിച്ച സയന്റിസ്റ്റാണ് കാൾ ലിനേയസ്. നിങ്ങൾക്ക് അദ്ദേഹത്തിനെയും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് വയ്ക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക കേട്ടോ, നോക്കി മനസ്സിലാക്കുക. അതൊക്കെ ബയോളജി സ്റ്റുഡൻസ് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് ഓരോ സയൻറ്റിസ്റ്റുകളെയൊക്കെ കാണുമ്പോൾ കുറച്ചെങ്കിലും നമ്മൾ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ നോക്കൂ, കരോളസ് എന്ന് നമ്മൾ എഴുതുക അല്ലേ? വായിക്കുമ്പോൾ കാൾ ലിനേയസ് എന്നാണ് സാധാരണ നമ്മൾ പറയാറ്. ഓക്കെ അല്ലേ? ബൈനോമിയൽ അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ബയോളജിക്കൽ നെയിംസ്, അതായത് സയൻറ്റിഫിക് നെയിംസ് എല്ലാം തന്നെ ലാറ്റിൻ ഭാഷയിലാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഈസ് ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇറ്റാലിക്സിലാവുമ്പോൾ അതിൻ്റെ ലാറ്റിൻ ഭാഷയിലാണ് അതിൻ്റെ ഒറിജിൻ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ, ഫസ്റ്റ് വേർഡ് ഇവിടെ ഇത് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തില്ലേ? ഫസ്റ്റ് വേർഡ് ഡിനോട്ട്സ് ദി ജീനസ് ആൻഡ് ദ സെക്കൻഡ് വേർഡ് ഡിനോട്ട്സ് ദി സ്പെസിഫിക് എപ്പിത്തറ്റ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെ. ഒരു ബയോളജിക്കൽ നെയിമിൽ അല്ലെങ്കിൽ സയന്റിഫിക് നെയിമിൽ ഫസ്റ്റ് വേർഡ് ജീനസ് ആയിരിക്കും, സെക്കൻഡ് വേർഡ് എന്തായിരിക്കും? സ്പീഷീസ് ടേം. അതിന്റെ ടെക്നിക്കൽ ടേം ആണ് സ്പെസിഫിക് എപ്പിത്തറ്റ്. ഓക്കെ, ഇനി തേർഡ് വൺ നോക്കൂ. രണ്ടും ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പൂർണ്ണമായും ശരിയല്ല. ഇതിനെ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. കണ്ടോ, ജീനസും സ്പീഷീസും. ഇഫ് ദ നെയിംസ് ആർ ഹാൻഡ് റിട്ടൺ we have to underline each word separately. കണ്ടോ, ഓസിമം, സാങ്ക്ടം. ഓക്കെ, ഇനി നമ്മൾ മാങ്കോയുടെ ആണെങ്കിൽ നമ്മൾ എഴുതുകയാണെന്ന് വെച്ചോളൂ. ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ മാൻജിഫെറ എന്തെഴുതും? ഇൻഡിക്ക അല്ലേ? മാൻജിഫെറ ഇൻഡിക്ക. ഇങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം എന്നുള്ളതാണ് നിയമം. ഓക്കെ, അതേസമയം അത് പ്രിന്റ് ചെയ്യുകയാണെങ്കിലോ പർട്ടിക്കുലർ ആയിട്ട് ഇറ്റാലിക്സിൽ വേണം പ്രിന്റ് ചെയ്യാൻ. ഓക്കെ അല്ലേ? അതാണ് തേർഡ് പോയിന്റ്. Both the words in a biological name when handwritten are separately underlined or printed in italics to indicate their Latin origin. Okay അല്ലേ? ഇനി ഫോർത്ത് പോയിന്റ് നോക്കൂ. The first word denoting the genus starts with a capital letter. പാവോയിൽ P കണ്ടോ, ക്യാപിറ്റൽ ആയിരിക്കണം. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ജീനസ് ആണ്. അതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. മാൻജിഫെറ ഇൻഡിക്ക, ഫസ്റ്റ് വേർഡ് എന്താ? മാൻജിഫെറ. അതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയി എഴുതണം. അതുപോലെ തന്നെ സ്പീഷീസിന്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ എഴുതാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം. നോക്കൂ, ക്രിസ്റ്റാറ്റസ് C should be in small letter. Homo sapiens, sapiens is the term for species, S should be in small. Osimum sanctum, sanctum S should be small. Mangifera indica, indica is the species word and the first letter should be in small letter. ഓക്കെ അല്ലേ? ഇത് നന്നായിട്ട് പഠിക്കുകയും വേണം, മനസ്സിലാക്കുകയും വേണം. ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിക്കാറുണ്ട്, ഈ 4 പോയിന്റ്സും ചേർത്തിട്ട്. ഓക്കെ, ഇനി അല്ലാത്ത ക്വസ്റ്റ്യൻസും
ചോദിക്കാറുണ്ട്, അതെങ്ങനത്തെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 4th പോയിന്റ് ഒന്നും കൂടി ശ്രദ്ധിക്കൂ. ദ ഫസ്റ്റ് വേർഡ് ഡിനോട്ടിംഗ് ദ ജീനസ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് ദി സ്പെസിഫിക് എപ്പിത്തറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ സ്മോൾ ലെറ്റർ. വേറെ എക്സാമ്പിൾ ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ. മസ്ക ഡൊമസ്റ്റിക്ക നമ്മുടെ സാധാരണ ഉള്ള ഈച്ചയുടെ സയന്റിഫിക് നെയിം നോക്കൂ. ഫസ്റ്റ് ലെറ്റർ ജീനസിന്റെ ക്യാപിറ്റൽ, ഡൊമസ്റ്റിക്ക സ്പീഷീസിന്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആണ്. ഓക്കെ അല്ലേ? അതേസമയം ചെറിയ ഈച്ചയുണ്ട്, നമ്മൾ പഴയ ഈച്ച എന്നൊക്കെ പറയും അല്ലേ, അതിന്റെ സയന്റിഫിക് നെയിം ഡ്രോസോഫില്ല മെലനോഗാസ്റ്റർ ആണ്. അത് നമുക്ക് സെക്കൻഡ് ഇയറിൽ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഇനി നോക്കൂ, വീറ്റിന്റെ കണ്ടോ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്, ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. വീറ്റിന്റെ സയന്റിഫിക് നെയിം ട്രിറ്റിക്കം ഈസ്റ്റിവം. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ഇവിടെ നിന്ന് ചോദിക്കാവുന്ന അനദർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് റോങ് ആയിട്ട് കുറേ സയന്റിഫിക് നെയിംസ് നിങ്ങൾക്ക് തരും, എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഈ റൂൾസ് അപ്ലൈ ചെയ്യാതെ റോങ് ആയിട്ട് ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. ചിലപ്പോൾ ജീനസിന് പകരം സ്പീഷീസ് ഫസ്റ്റ് എഴുതിയിട്ടുണ്ടാവും, ജീനസ് സെക്കൻഡ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കറക്റ്റ് ചെയ്ത് എഴുതണം. ഇല്ലെങ്കിൽ ഇവിടെ ജീനസിന്റെ ഫസ്റ്റ് വേർഡ് ഈ പി എന്നുള്ളത് സ്മോൾ ആയിട്ട് തരും, ഇവിടെ സ്പീഷീസിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ തരും. അത്തരത്തിൽ റോങ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എക്സാമിന് തന്നിട്ട് കറക്റ്റ് ചെയ്ത് എഴുതാൻ ചോദിക്കാറുണ്ട്. ഒരു 3-4 ഓപ്ഷൻസ് തന്നിട്ട്, അപ്പോൾ നിങ്ങളത് കറക്റ്റ് ചെയ്ത് ചെയ്യണം. അപ്പോൾ അത് അറിയണമെങ്കിൽ നിങ്ങൾ ഈ റൂൾസ് ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ദ സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് എ നെയിം വിത്ത് 2 കമ്പോണൻസ് അല്ലേ, വിച്ച് ആർ ദി 2 കമ്പോണൻസ്? ജീനസ് ആൻഡ് ദ സ്പെസിഫിക് എപ്പിത്തറ്റ്, ജനറിക് നെയിം ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ്. That system is called binomial nomenclature. Okay, the definition: the system of providing a name with 2 components is called binomial nomenclature. And who is the father of taxonomy? ഇനി നമ്മൾ എന്താണ് ടാക്സോണമി എന്ന് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹമാണ് കോൾ ലിനേയസ്. ഇത്തരത്തിലൊരു ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊവൈഡ് ചെയ്ത ആദ്യത്തെ സയന്റിസ്റ്റ് ആണ് കോൾ ലിനേയസ് ഓർ കാരോളസ് ലിനേയസ്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഗ്ലോബലായിട്ട് കാണുന്ന എല്ലാ അനിമൽസും വരുന്ന, ഓൾ അറൗണ്ട് ദ വേൾഡിലുള്ള എല്ലാ അനിമൽസും വരുന്ന കിങ്ഡം എന്താണ്? അനിമാലിയ ആണ് അല്ലേ? അതുപോലെ പ്ലാന്റ്സ് വരുന്നത് കിങ്ഡം പ്ലാന്റേലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ യൂണിറ്റ് ആയിട്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. ഏതിലേക്കാണ് വരുന്നത് അതിന് നമ്മൾ റാങ്ക് കൊടുക്കും, ഓരോരോ റാങ്ക് അല്ലേ? അതിന് നമ്മൾ സുവോളജിക്കൽ ആയിട്ടുള്ള ടേം ആണ്, ബയോളജിക്കലി ഉള്ള ഉപയോഗിക്കുന്ന ടേം ആണ് ടാക്സോൺ. ഓക്കെ അല്ലേ? ടാക്സോൺ. അപ്പോൾ എന്താണ്? ഇങ്ങനെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് എല്ലാ ഓർഗാനിസത്തിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിന് പറയുന്ന ബ്രാഞ്ചിന്റെ പേരാണ് ടാക്സോണമി. ഓക്കെ അല്ലേ? അപ്പോൾ ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് all living organisms are classified into different taxa. This process of classification is called taxonomy. Okay? ഇനി നോക്കൂ, ഈ പ്രോസസ് ഓഫ് ടാക്സോണമി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോസസ് ഓഫ് ടാക്സോണമി എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കൂ, ഒരു ചെടി കിട്ടി അല്ലേ, ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് ഒക്കെ മനസ്സിലാക്കും. ക്യാരക്ടറൈസേഷൻ ഫസ്റ്റ് പോയിന്റ് കണ്ടോ? ഇതിൽ നോക്കൂ, ലീഫ്, ഇതൊരു ഹിബിസ്കസ് പ്ലാന്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ലീഫ് കണ്ടോ, ഓൾട്ടർനേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഒന്നിവിടെ ഒന്നിവിടെ അങ്ങനെ. ഇനി അടുത്തൊരു പ്ലാന്റ് നിങ്ങൾക്കറിയാം, മഞ്ഞ കോളാമ്പി പൂള്ള അല്ലെ, അലമാൻഡ. അതിന്റെ ലീവ്സ് നോക്കൂ, അറേഞ്ച്മെന്റ് ഒരു നോഡിൽ നിന്നും 4 ലീവ്സ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പഠിക്കും ടാക്സോണമിക് സ്റ്റഡീസിൽ അല്ലേ. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് ബയോളജി നമ്മൾ മോർഫോളജി എന്ന് പറയും. ഇനി ഇതിന്റെ കൂടുതൽ നമുക്ക് പഠിക്കണമെങ്കിൽ ലീഫ് ആയാലും സ്റ്റെം ആയാലും നമുക്ക് സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് പഠിക്കാം. ദാറ്റ് ബ്രാഞ്ച് ഈസ് കോൾഡ് അനാട്ടമി അല്ലേ. ഇത്തരത്തിൽ എക്സ്റ്റേണൽ ഇന്റേണൽ ഫീച്ചേഴ്സിനെല്ലാം മനസ്സിലാക്കാം. അതുപോലെ തന്നെ സെല്ലിന്റെ സ്ട്രക്ചർ പ്ലാന്റിലാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പാരൻകൈമ, കോളൻകൈമ, ക്ലോറൻകൈമ ഒക്കെ അല്ലേ, അതൊക്കെ നിങ്ങളുടെ ബോട്ടണി ടീച്ചർ പഠിപ്പിക്കും. അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ ടാക്സോണമി നമ്മൾ എന്ത് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്യാരക്ടറൈസേഷൻ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ഐഡന്റിഫിക്കേഷൻ. നോക്കൂ, ഇങ്ങനെ നമുക്കൊരു ചെടി കിട്ടി, നമ്മൾ ക്യാരക്ടേഴ്സ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ഉണ്ട് പ്ലാന്റ്സിന് വേണ്ടിയിട്ട്. അതാണ്, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യും, ഏതിലാണ് വരേണ്ടതെന്ന് നോക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നെയിം കൊടുക്കും, ബയോളജിക്കൽ നെയിം കൊടുക്കും ഇല്ലേ. അതിന് നമ്മൾ എന്താ പറയുക, നോമൻക്ലേച്ചർ. അപ്പോൾ പ്രോസസ്സസ് ഇൻ ടാക്സോണമി ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ടേംസ് മാത്രം, അതിന്റെ ഡെഫിനേഷനും കാര്യമൊന്നും ചോദിക്കാറില്ല. ക്യാരക്ടറൈസേഷൻ,
ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇത്തരത്തിൽ ഡിഫറെന്റ് ടാക്സോണമിക് കാറ്റഗറീസ് ഉണ്ട് പറഞ്ഞു. അത് വെച്ചിട്ട് നമ്മുടെ ഹ്യൂമനെ ഒന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ട് നോക്കാം, അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നോക്കൂ, കിങ്ഡം, ഹ്യൂമൻ ബീങ് വരുന്ന കിങ്ഡം അനിമാലിയാണ്. അതുപോലെ ഫൈലം കോഡേറ്റയാണ്. എന്താണ് കോഡേറ്റ? അതായത് നമുക്ക് നട്ടലുള്ള ഓർഗാനിസംസ് എല്ലാം അല്ലേ, അതിലും കുറച്ചും കൂടി വിശദമായി പഠിക്കാനുണ്ട്. യു ഡോണ്ട് വറി, നെക്സ്റ്റ് ചാപ്റ്റർ അനിമൽ കിങ്ഡം ഈസ് വെയിറ്റിംഗ് ഫോർ യു. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അവിടെ ഫൈലം സ്ലാഷ് ഇട്ടിട്ട് ഡിവിഷൻ എഴുതിയിരിക്കുന്നുണ്ടോ? ഈ ഡിവിഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിനാണുള്ളത്. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ വരുന്ന ക്ലാസ് ഏതാണ്? മമേലിയ അല്ലേ, മാമൽസ് ആണ്. ഗീവ് ബർത്ത് ടു യങ് വൺസ് ആണ്. ഇനി നോക്കൂ, ഓർഡർ ആണെങ്കിലോ പ്രൈമേറ്റ ആണ്. പ്രൈമേറ്റ, മാൻ, മങ്കി, ഏപ്സ്, കുറെ ക്ലോസ്ലി റിലേറ്റഡ് അനിമൽസ് വരുന്നത് ഒരു ഓർഡറിലായിരിക്കും. അതേതാണ്? പ്രൈമേറ്റ. ഇനി നോക്കൂ, ഫാമിലി, നമ്മുടെ ഫാമിലി നെയിമാണ് ഹോമിനിഡേ അല്ലേ, ഹോമിനിഡേ. ഇനി നോക്കൂ, ജീനസ്, നമ്മൾ വരുന്ന ജീനസ് ഹോമോ, സ്പീഷീസ് സാപ്പിയൻസ്. അപ്പോൾ ഈ ഫാമിലിയിൽ നോക്കൂ, ഹോമോ എന്ന് വരുന്ന ജീനസ് വരുന്ന വേറെയും നമ്മുടെ പൂർവികർ, നിങ്ങൾ ഇനി നമ്മൾ സെക്കൻഡ് ഇയറിൽ എവല്യൂഷനൊക്കെ പഠിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹോമോ ഇറക്ടസ്, ഹോമോ ഹാബിലിസ് ഒക്കെ അല്ലേ. അപ്പോൾ ആ ജീനസ് എന്താണ്? സെയിം ആണ്, ഹോമോ. സ്പീഷീസ് നമ്മുടെ മാത്രമായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള സ്പീഷീസ് ആണ് സാപ്പിയൻസ്. ഓക്കെ അല്ലേ? നമുക്ക് ഒരു ഡെഫിനിഷനും കൂടി പഠിക്കാനുണ്ട്, സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷനോടൊപ്പം തന്നെ ഈ ഓർഗാനിസംസ് തമ്മിലുള്ള ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പും കൂടി നമ്മൾ പഠിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് സിസ്റ്റമാറ്റിക്സ്. ഓക്കെ, സോ സിസ്റ്റമാറ്റിക്സ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദി എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ്. ഓക്കെ അല്ലേ? അപ്പോൾ എവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഫിഷസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി അക്വാട്ടിക് ആണ്, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവജാലങ്ങളാണ്. അവയിൽ നിന്നുമാണ് ആംഫീബിയൻസ് എന്ന് പറഞ്ഞ ഓർഗാനിസംസ് ഇവോൾവ് ചെയ്തത് അല്ലേ, ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ലൈഫ് ടൈം. ദെൻ ആംഫീബിയയിൽ നിന്നും ആണ് റെപ്റ്റൈൽസ് ഇവോൾവ് ചെയ്തത്, റെപ്റ്റൈൽസിൽ നിന്നും ബേർഡ്സ് ഇവോൾവ് ചെയ്തു, ബേർഡ്സിൽ നിന്നുമാണ് മാമൽസ് ഇവോൾവ് ചെയ്തത്. അത്തരത്തിൽ എവല്യൂഷണറി സിഗ്നിഫിക്കൻസും കൂടി നമ്മൾ പഠിക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമ എന്ന് പറഞ്ഞാൽ മീനിങ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ്. അതിൽ ലിനേയസ്, കോളിനേയസിന്റെ പബ്ലിക്കേഷന്റെ പേര് തന്നെ സിസ്റ്റമ നാച്ചുറേ എന്നാണ്. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിൽ ടാക്സോണമിക് കാറ്റഗറീസിന്റെ ശരിക്കുള്ള ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഡ്രോ ചെയ്യാൻ പറയും. ഓക്കെ, അത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിങ്ഡം മുകളിലായിരിക്കും എഴുതുക, സ്പീഷീസ് ഏറ്റവും ലാസ്റ്റ് അല്ലേ. ഇതിൽ നിന്നും ഈ ആരോ നിങ്ങൾ തെറ്റാതെ ഇടണം. എപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് തെറ്റാതെ കറക്റ്റായിട്ട് ഇങ്ങനെ ഹൈറാർക്കിയിൽ കാണിക്കണം, മുകളിലേക്ക് തന്നെ കാണിക്കണം. ഓക്കെ, അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് നോക്കൂ, പരിചയമാവാൻ വേണ്ടിയിട്ട് ആ ടേംസ് ഒക്കെ ഒന്നും കൂടി എഴുതിയിട്ടുണ്ടെന്ന് മാത്രം. കിങ്ഡം അനിമൽ, ഫൈല നോക്കൂ, കോഡേറ്റ പോലെ നോൺ കോഡേറ്റ വേറെ ആയിട്ട് നിങ്ങൾക്ക് സംശയം വരില്ലേ? ക്ലാസ് നമ്മൾ മെമേലിയ മാത്രമല്ല ഡിസ്കസ്, ഇപ്പോൾ പറഞ്ഞ ഇതൊക്കെ ക്ലാസ്സസ് ആണ്. ഏപ്സ്, ആംഫീബിയ, റെപ്റ്റീലിയ, പൈസസ് ഒക്കെ, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് ആനിമൽ കിങ്ഡത്തിൽ നമ്മൾ പഠിക്കും. അതുപോലെ നോക്കൂ, ഇൻവെർട്ടിബ്രേറ്റ്, നട്ടലില്ലാത്ത ജീവികൾക്കാണെങ്കിൽ ഇതുപോലെയുള്ള ക്ലാസ്സസ് ഉണ്ട്. ഇൻസെക്റ്റ് ഉണ്ട് അല്ലേ, ഇൻസെക്റ്റിൽ തന്നെ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. തുമ്പികളുടെ മാത്രമുണ്ട് അല്ലേ, തുമ്പികൾ മാത്രം വരുമ്പോൾ അതിൻ്റെ ഓർഡർ മാറും അല്ലേ, ഓർഡർ ഓർഡോണേറ്റേ ആവും. അതേസമയം ഇൻസെക്ട്സിനെ മാത്രമാണെങ്കിൽ അവരുടെ ഓർഡർ ഡിപ്റ്റീരിയ ആണ്. നമ്മൾ വരുന്നത് പ്രൈമേറ്റേ ആണ്. കണ്ടോ, ഫാമിലിയുടെ പേര്. അതുപോലെ നമ്മൾ ഹോമിനിഡേ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതുപോലെ ഫെലിഡേ ഉണ്ട്, കാറ്റ്സ് വരുന്ന. അതുപോലെ ഡോഗ് വരുമ്പോൾ കാൻസിഡേ ആണ്. അതുപോലെ ജീനസ് നോക്കൂ, ജീനസ് നമ്മുടെ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. അതുപോലെ പാൻതീറ ഉണ്ട് ഇല്ലേ, ഫെലിസ് ഉണ്ട്. ഓക്കെ അല്ലേ? നോക്കൂ, പാൻതീറ നോക്കൂ, പാൻതീറ എന്നുള്ളത് നിങ്ങൾക്കറിയാം, ടൈഗറിന്റെ പാൻതീറ ടൈഗ്രിസ് ആണ് അല്ലേ. അപ്പൊ നമ്മളിപ്പോൾ എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? അണ്ടർലൈൻ ചെയ്യണം. അതുപോലെ ഒരേ ജീനസ് ആണ് നോക്കൂ, പാൻതീറ ലിയോ അല്ലേ, ലയൺ വരുന്നത്. അതേസമയം നമ്മൾ പറയുന്ന പുള്ളിപ്പുലി വരുന്നതോ ലെപ്പേർഡ്, പാൻതീറ പാർഡസ്. പാർഡസ് കണ്ടോ, ഈ പി സ്മോൾ ആയിരിക്കണം, ഈ പി ക്യാപിറ്റൽ ആയിരിക്കണം. പാൻതീറ പാർഡസ് കണ്ടോ. അപ്പോൾ ഒരേ ജീനസ് ആണ് ഇതെല്ലാം. പാൻതീറ ടൈഗ്രിസ്, പാൻതീറ ലിയോ, പാൻതീറ പാർഡസ്. പക്ഷെ സ്പീഷീസ് കണ്ടോ, യൂണീക്ക് ആയിട്ട് ഓരോ ഓർഗാനിസത്തിനും ഓരോ സ്പീഷീസ് ആണ്. ക്ലിയർ ആയോ? അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ സ്പീഷീസ് is a group of individuals in plants as well as in animals which resemble closely in structure and function. ഓക്കെ, അതാണ് ആ സ്പീഷീസിന്റെ ഒരു
ഡെഫിനിഷൻ. ക്ലിയർ ആയില്ലേ? എല്ലാ ടോപ്പിക്സും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ ടോപ്പിക്കും കുറച്ചധികം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാം വിശദമായി പഠിക്കുക. ടാക്സോണമിയുടെ ഡെഫിനിഷൻ, സിസ്റ്റമാറ്റിക്സിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ യൂണിവേഴ്സൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ, അത് വെച്ചിട്ട് എങ്ങനെ സയൻറ്റിഫിക് നെയിം കൊടുക്കാം എന്നുള്ളത്, ബൈനോമിയൽ നോമൻക്ലേച്ചർ, കോൾ ലിനിയേഴ്സിൻ്റെ പബ്ലിക്കേഷൻ, അവിടെ നിന്ന് പേര് ഇത് ചോദിക്കാറുണ്ട്, സിസ്റ്റമ നാച്ചുറെ, അതുപോലെ ഈ ഹൈറാർക്കിയൽ ടാക്സോണമി കാറ്റഗറൈസേഷൻ. ഓക്കെ അല്ലേ? എല്ലാവരും നന്നായി പഠിക്കുക.